Hello students, let us move on to the next module. Module 5. Module 5 deals with need for power system protection. So module 5 consists of two parts. First part deals with circuit breakers and second part consists of protective relays. So in this lecture, let us study about circuit breakers and its principle of operation and formation of arc. So before studying circuit breaker, let us have a comparison between fuses and circuit breaker. So fuse എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് പീസ് ഓഫ് വയർ അല്ലെങ്കിൽ ഒരു തിൻ സ്ട്രിപ്പാണ്. ഓക്കെ, സോ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു എക്സസീവ് ആയിട്ടുള്ള കറണ്ട് ആ ഫ്യൂസിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആവും. ഓക്കെ, സോ നമുക്ക് ഏത് സർക്യൂട്ടാണോ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിന് സീരീസ് ആയിട്ട് ഫ്യൂസ് കണക്ട് ചെയ്യും. സോ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ വരുമ്പോൾ ഈ ഫ്യൂസ് എലമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഒരു നോർമൽ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ. സോ അപ്പം ഉള്ള ടെമ്പറേച്ചറും ലോ ആയിരിക്കും, ടെമ്പറേച്ചർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ തിൻ സ്ട്രിപ്പ് മെൽറ്റ് ആവത്തില്ല. ഓക്കെ, സോ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഓവർ ഹീറ്റിംഗ് ചെയ്യാതെ തന്നെ നോർമൽ ലോഡ് ആയിരിക്കും അത് ക്യാരി ചെയ്യുന്നത്. ഇനി ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് വരുന്നു. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഫോൾട്ട് കണ്ടീഷനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഷോർട്ട് സർക്യൂട്ട് വരുമ്പം അവിടെ ഒരു ഹൈ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. നമുക്കറിയാം ഒരു സർക്യൂട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ കറണ്ട് ഹൈ ആയിരിക്കും അല്ലേ. സോ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വരുമ്പം ഈ ഫ്യൂസ് എലമെൻറ്റിൽ കൂടെ ഒരു ഹൈ എമൗണ്ട് ഓഫ് കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു പെർട്ടിക്കുലർ റേറ്റഡ് കപ്പാസിറ്റി കാണും, അതിനേക്കാളും കൂടിയ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും ഫ്യൂസിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ കറണ്ട് കാരണം അവിടുത്തെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. സോ അതിൻ്റെ ആ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനേക്കാളും ഒരു ഹൈ വാല്യൂ ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, സോ അത് കാരണം ഈ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആവും. ഓക്കെ, സോ മെൽറ്റ് ആകുമ്പം എന്താ സംഭവിക്കുക, ആ സർക്യൂട്ട് ആ ഫ്യൂസ് കണക്ട് ചെയ്ത് ഏത് സർക്യൂട്ടാണോ ആ സർക്യൂട്ടിനെ അത് ഡിസ്കണക്ട് ചെയ്യും. ഓക്കെ, സോ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ബാക്കി സർക്യൂട്ടിലോട്ട് ഈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അങ്ങനെയാണ് ഫോൾട്ട് കണ്ടീഷനിൽ ഒരു ഫ്യൂസ് എലമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഫ്യൂസ് ആ ഒരു റേറ്റഡ് ലോഡ് ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ഇനി ഫോൾട്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ വരുമ്പോൾ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ആയിപ്പോവും. ഓക്കെ, ഡിസ്കണക്റ്റിംഗ് ദ സർക്യൂട്ട്. സോ നമ്മളൊരു ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും കൂടെ കമ്പയർ ചെയ്യുമ്പം ഫ്യൂസ് നമ്മളൊരു ലോ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഫ്യൂസ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത് ഒരു ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്തത്. അതുകൂടാതെ തന്നെ ഫ്യൂസ് നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്ത ശേഷം സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്ത ശേഷം നമ്മൾ മാനുവലായിട്ട് വേണം ഫ്യൂസ് കണക്ട് ചെയ്യാൻ. പക്ഷേ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കേസിൽ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ആസ് വെൽ ആസ് മാനുവൽ ഓപ്പറേഷൻ പോസിബിൾ ആണ്. സോ അതൊക്കെയാണ് ഫ്യൂസും സർക്യൂട്ട് ബ്രേക്കറും തമ്മിലുള്ള കമ്പാരിസൺ വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ മൊഡ്യൂളിൽ സർക്യൂട്ട് ബ്രേക്കറാണ് പഠിക്കാനുള്ളത്. സോ സർക്യൂട്ട് ബ്രേക്കർ എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ക്യാൻ ഓപ്പൺ ഓർ ക്ലോസ് എ സർക്യൂട്ട് അണ്ടർ ഓൾ കണ്ടീഷൻസ്, ദാറ്റ് ഈസ് നോ ലോഡ്, ഫുൾ ലോഡ് ആൻഡ് ഫോൾട്ട് കണ്ടീഷൻ. സോ സർക്യൂട്ട് ബ്രേക്കർ നമുക്ക് ഈ 3 കണ്ടീഷനിൽ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. നോ ലോഡ്, ഫുൾ ലോഡ് ആൻഡ് ഫോൾട്ട് കണ്ടീഷൻ. ഓക്കെ, അതായത് സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യാനും സാധിക്കും, ക്ലോസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, it can be operated manually under normal condition and automatically under fault condition. സോ ഇവിടെ മാനുവൽ ആസ് വെൽ ആസ് ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ നമുക്ക് പോസിബിൾ ആണ്. അപ്പം ഫോൾട്ട് കണ്ടീഷൻ വരുമ്പം അവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു ആക്ഷൻ വേണം നടക്കാൻ. ഓക്കെ, സോ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. നമുക്കല്ലാതെ നോർമൽ കണ്ടീഷനിൽ ഇപ്പോൾ എന്തെങ്കിലും മെയിൻ്റനൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യാം, അത് മാനുവലി നമുക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ നമുക്ക് ആ ലൈനിനെ നമുക്ക് മെയിൻ്റനൻസ് കൊടുക്കാം. ഓക്കെ, സോ അത് മാനുവലി നമുക്ക് ചെയ്യാൻ സാധിക്കും നോർമൽ കണ്ടീഷനിൽ. പക്ഷേ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. So it is a piece of equipment which can make or break a circuit either manually or by remote control under normal condition. Okay, so normal condition വരുമ്പം either make or break a circuit. Okay, സോ നമുക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യാനും സാധിക്കും, അതുകൂടാതെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സർക്യൂട്ട് കണക്ട് ചെയ്യുന്നു, കണക്ട് ചെയ്യുക മീൻസ് കറണ്ട് അത് ക്യാരി ചെയ്യുന്നു, അതിനാണ് മേക്ക് ദ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യുന്നു,
ഓക്കെ, ഡിസ്കണക്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ബ്രേക്ക് ദ സർക്യൂട്ട്. അപ്പം ഈ രണ്ട് ഓപ്പറേഷൻ നമുക്ക് ഒന്നുകിൽ മാനുവലായിട്ടും ചെയ്യാം, അല്ലെങ്കിൽ റിമോട്ട് ഓപ്പറേഷനും പോസിബിൾ ആണ്, അത് നോർമൽ കണ്ടീഷനിൽ. പക്ഷേ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ സർക്യൂട്ടിനെ, അപ്പോൾ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പം സർക്യൂട്ടിനെ ഡിസ്കണക്റ്റ് ആണ് ചെയ്യേണ്ടത്, അത് ഓട്ടോമാറ്റിക് ഓപ്പറേഷനാണ്. ഓക്കെ, സോ സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്യുന്നതിന് ബ്രേക്ക് ദ സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് മേക്ക് എ സർക്യൂട്ട് ഐദർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ ഫോൾട്ട് കണ്ടീഷൻ. ഓക്കെ, അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ മാനുവലി അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ. ഓക്കെ, റിമോട്ട് കൺട്രോളും നമുക്ക് പോസിബിൾ ആണ്. അതായത് മേക്ക് എ സർക്യൂട്ട്, അതായത് സർക്യൂട്ടിനെ കണക്ട് ചെയ്യുന്നതും പോസിബിൾ ആണ് ഫോൾട്ട് കണ്ടീഷനിൽ. ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സി ബി നോക്കാം, അതായത് സി ബി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു സർക്യൂട്ട് ബ്രേക്കർ ഇറ്റ്സ് ആൻ എക്യുപ്മെൻറ്റ് വിച്ച് ക്യാൻ ഓപ്പൺ ഓർ ക്ലോസ് എ സർക്യൂട്ട് അണ്ടർ ഓൾ കണ്ടീഷൻ, ദാറ്റ് ഈസ് നോ ലോഡ്, ഫുൾ ലോഡ് ആൻഡ് ഫോൾട്ട് കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ കാണിച്ചിരിക്കുന്നത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഫിഗറാണ്, അതായത് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കണക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇവിടെ ബസ് ബാർ, അതായത് ലൈനാണത്, ട്രാൻസ്മിഷൻ ലൈനാണ്, അവിടെ നിന്നൊരു കണ്ടക്ടർ പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ സർക്യൂട്ട് ബ്രേക്കർ ക്യാരി ചെയ്യുന്നത് അത് കണ്ടക്ടറാണ്. ഓക്കെ, സോ ഈ സർക്യൂട്ട് ബ്രേക്കറിന് രണ്ട് കോണ്ടാക്ട്സ് ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്ട് ആൻഡ് മൂവിങ് കോണ്ടാക്ട്. സോ ഇവിടെ ഈ പ്രൈമറി വൈൻഡിങ് ഓഫ് സി ടി is connected in series with the circuit to be protected. The primary winding often consists of main conductor itself. Okay, so ഇവിടെ ഇത് സി ബി means circuit breaker, സി ടി means current transformer. Okay, so ഇവിടെ ഇത് കണ്ടക്ടർ, നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സർക്യൂട്ടാണ് അല്ലെങ്കിൽ കണ്ടക്ടറാണ്. ഓക്കെ, സോ ആ കണ്ടക്ടറിൽ സീരീസ് ആയിട്ടാണ് ഈ സർക്യൂട്ട് കറണ്ട് ട്രാൻസ്ഫോമറിനെ പ്രൈമറി കണക്ട് ചെയ്യുന്നത്. ഇനി കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി ആണിത്. സെക്കൻഡറി കണക്ട് ചെയ്യുന്നത് നമ്മൾ റിലേ ഓപ്പറേറ്റിംഗ് കോയിലുമായിട്ടാണ് കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈമറി നമ്മൾ ഏത് സർക്യൂട്ടാണ് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അതിന് സീരീസ് ആയിട്ട് പ്രൈമറി ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ കണക്ട് ചെയ്യും. ഇനി സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്യുന്നത് റിലേ ഓപ്പറേറ്റിംഗ് കോയിലുമായിട്ടാണ് സെക്കൻഡറി വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതുകൂടാതെ ഇവിടെ ഒരു ട്രിപ്പിംഗ് സർക്യൂട്ടുണ്ട്. ഇതാണൊരു ട്രിപ്പിംഗ് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ട്രിപ്പിംഗ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എ സപ്ലൈ, ട്രിപ്പ് കോയിൽ ആൻഡ് റിലേ കോണ്ടാക്ട്. ഓക്കെ, സോ ട്രിപ്പിംഗ് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. ട്രിപ്പിംഗ് സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഒരു വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, പിന്നെ ഒരു ട്രിപ്പ് കോയിൽ ഉണ്ട്, പിന്നെ ഒരു റിലേ കോണ്ടാക്ട് ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ അണ്ടർ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ലോഡ് എന്താണോ അത് തന്നെയാണ് സർക്യൂട്ട് ബ്രേക്കർ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കണ്ടീഷനിൽ ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. സോ ക്ലോസ്ഡ് കണ്ടീഷനിലാകുമ്പം ഇത് ക്ലോസ്ഡ് ആകുമ്പം ഈ സർക്യൂട്ട് ബ്രേക്കർ നോർമൽ കറണ്ട് അല്ലെങ്കിൽ നോർമൽ ലോഡ് എന്താണോ അത് തന്നെ ആയിരിക്കും ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്ക് ഇതിനെ ഈ ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആവും. അപ്പം നമുക്ക് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യണം. സോ ആദ്യം നോർമൽ കണ്ടീഷൻ നോക്കാം. സോ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ കോണ്ടാക്ട്സ് റിമെയിൻ ക്ലോസ്ഡ് ആൻഡ് ദ സർക്യൂട്ട് ബ്രേക്കർ ക്യാരീസ് ദ ഫുൾ ലോഡ് കറണ്ട് കണ്ടിന്യൂസ്ലി. ഓക്കെ, സോ ഇവിടെ കാണിച്ചിരിക്കുന്ന ഇതാണ് മൂവിങ് കോണ്ടാക്ട്. ഓക്കെ, ഇതാണ് മൂവിങ് കോണ്ടാക്ട്. സോ ആ മൂവിങ് കോണ്ടാക്റ്റും ഫിക്സഡ് കോണ്ടാക്റ്റും ഇങ്ങനെ ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഓക്കെ, സോ ക്ലോസ്ഡ് സ്റ്റേറ്റിലാകുമ്പോൾ കറണ്ട് ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും സർക്യൂട്ട് ബ്രേക്കർ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, സോ ആ കറണ്ട് തന്നെ ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്ങിലെത്തും. ഓക്കെ, സോ പ്രൈമറി വൈൻഡിങ്ങിൽ ആ കറണ്ട് വരുമ്പം ഇവിടെ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, EMF ഇൻഡ്യൂസ് ചെയ്യുമ്പം അതൊരു ലോ വോൾട്ടേജ് ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ആവുന്നത്, അല്ലെ ലോ EMF ആയിരിക്കും ഇൻഡ്യൂസ് ആവുന്നത്. സോ അത് വെച്ചിട്ട് ഇവിടുത്തെ ഈ റിലേ കോണ്ടാക്റ്റ് മാഗ്നറ്റൈസ് ആവത്തില്ല. അതായത് ഈ റിലേ കോയിൽ സഫീഷ്യൻ്റ് ആയിട്ട് മാഗ്നറ്റൈസ് ചെയ്യത്തില്ല. ഓക്കെ, സോ മാഗ്നറ്റൈസ് ചെയ്യത്തില്ല. സോ ഈ റിലേ കോണ്ടാക്റ്റ് ഓപ്പൺ സ്റ്റേറ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, അതാണ് നോർമൽ കണ്ടീഷനിൽ വരുന്നത്. സോ ഇൻ ദിസ് കണ്ടീഷൻ ദി EMF ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ഓഫ് CT is insufficient to operate the trip coil of the breaker, but the contacts can be opened by manual or remote control. Okay, so normal operating conditionൽ അവിടെ ഓട്ടോമാറ്റിക് ഓപ്പറേഷൻ അല്ല, നമുക്ക് വേണമെങ്കിൽ മാനുവൽ ആയിട്ട് കോണ്ടാക്ട്സിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ വരുന്നത്
സർക്യൂട്ട് ബ്രേക്കറും കറണ്ട് ട്രാൻസ്ഫോമറും ആ ഫുൾ ലോഡ് കറണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ക്യാരി ചെയ്യുന്നത്. സോ ആ കറണ്ട് ഈ പ്രൈമറി വൈൻഡിങ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമർ എത്തുമ്പോൾ അത് ആ കറണ്ട് ഫ്ലോ ചെയ്ത് സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ EMF വെച്ചിട്ട് അതൊരു ലോ വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ ലോ EMF ആയിരിക്കും. ആ ഒരു ലോ വാല്യൂ വെച്ചിട്ട് ഈ റിലേ കോണ്ടാക്റ്റ് നമുക്ക് അതായത് ഈ റിലേ കോണ്ടാക്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഫോൾട്ട് കണ്ടീഷൻ നോക്കാം. സോ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു ഷോർട്ട് സർക്യൂട്ട് സ്റ്റേറ്റ് ആണ്. ഷോർട്ട് സർക്യൂട്ട് സ്റ്റേറ്റിൽ ഒരു ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോഴാണ് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വേണം ഓപ്പൺ ചെയ്യാൻ. സോ ഫോൾട്ട് വരുമ്പം the resulting overcurrent in the CT primary winding increases the secondary EMF. Okay, so ഫോൾട്ട് കറണ്ട് വരുമ്പം ഈ കറണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ ഒരു ഹൈ വാല്യൂ ഓഫ് കറണ്ട് ആയിരിക്കും വരിക. അത് വെച്ചിട്ട് ഈ സെക്കൻഡറി വൈൻഡിങ് ഓഫ് കറണ്ട് ട്രാൻസ്ഫോമറിൽ ഒരു ഹൈ വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ് ആവും. ഓക്കെ, സോ ഹൈ വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ് ചെയ്യുമ്പം ഈ റിലേ കോയിൽ അത് എനർജൈസ് ചെയ്യും. ഓക്കെ, എനർജൈസ് ചെയ്തിട്ട് ഇതാണ് റിലേ കോണ്ടാക്ട്. ഈ റിലേ അതായത് അത് മാഗ്നറ്റൈസ് ആവും. ഓക്കെ, സോ മാഗ്നറ്റൈസ് ആകുമ്പോൾ ഈ റിലേ കോണ്ടാക്ട് ക്ലോസ്ഡ് ആവും, അതായത് താഴോട്ട് മൂവ് ചെയ്യും. ഓക്കെ, താഴോട്ട് മൂവ് ചെയ്യുമ്പം ആ റിലേ കോണ്ടാക്ട് ക്ലോസ്ഡ് ആവും. അപ്പോൾ റിലേ കോണ്ടാക്ട് ക്ലോസ്ഡ് ആകുമ്പം എന്താ സംഭവിക്കുക, ഈ ഒരു ട്രിപ്പിംഗ് സർക്യൂട്ടാണ് അവിടെ ക്ലോസ് ആവുന്നത് അല്ലേ. ട്രിപ്പിംഗ് സർക്യൂട്ട് ക്ലോസ് ആകുമ്പം ഇവിടുത്തെ ഈ ബാറ്ററി വെച്ചിട്ട് അല്ലെങ്കിൽ വോൾട്ടേജ് സപ്ലൈ വെച്ചിട്ട് ഈ സർക്യൂട്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് വെച്ചിട്ട് ഈ ട്രിപ്പ് കോയിൽ എനർജൈസ് ആവും. ഓക്കെ, സോ ഈ ട്രിപ്പ് കോയിലാണ് നമ്മൾ ഈ മൂവിങ് കോണ്ടാക്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ട്രിപ്പ് കോയിലെ എനർജൈസ് ചെയ്യും അല്ലെങ്കിൽ മാഗ്നറ്റൈസ് ചെയ്യുമ്പം ഈ മൂവിങ് കോണ്ടാക്ട് ഇവിടെ നിന്ന് ഈ ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ആവും, അതായത് ഇത് ഇങ്ങോട്ട് ബാക്കിലോട്ട് മൂവ് ആവും. ഓക്കെ, സോ ബാക്കിലോട്ട് മൂവ് ആകുമ്പോൾ എന്തായി, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആയി. സോ ഇവിടെ നിന്ന് വരുന്ന കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പാത്തില്ല. സോ അങ്ങനെയാണ് കറണ്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്. ഹൈ വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോ അതാണ് നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനും ഫോൾട്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷനും. ഓക്കെ, ഇനി അടുത്തത് ഫോർമേഷൻ ഓഫ് ആർക്ക്. സോ നമ്മൾ നേരത്തെ പഠിച്ചത് ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ ഓഫ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇനി ഫോർമേഷൻ ഓഫ് ആർക്ക്. സോ ഞാൻ പറഞ്ഞു നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഇതിപ്പം ഓക്കെ, ഇതൊരു ഫിക്സഡ് കോണ്ടാക്ട്, ഇതൊരു മൂവിങ് കോണ്ടാക്ട്, ഇത് രണ്ടും ക്ലോസ്ഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഇത് ഫിക്സഡ് കോണ്ടാക്ട്, ഇത് മൂവിങ് കോണ്ടാക്ട്, അത് രണ്ടും അടുത്ത ക്ലോസ്ഡ് സ്റ്റേറ്റിലാണ് നിൽക്കുക. സോ അത് കാരണം ഒരു നോർമൽ ലോഡ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം ഷോർട്ട് സർക്യൂട്ട് വരുന്നു. ഷോർട്ട് സർക്യൂട്ട് വരുമ്പോൾ ഒരു ഹെവി കറണ്ടാണ് ആ കോണ്ടാക്റ്റിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം ഈ ഹെവി കറണ്ട് സർക്യൂട്ട് ബ്രേക്കറിൽ ഫ്ലോ ചെയ്യും, അതിനുശേഷമാണ് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നത്. ഓക്കെ, സോ ഈ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ഒരു ഹെവി കറണ്ടിൻ്റെ ആ പ്രസൻസിൽ തന്നെയാണ് കോണ്ടാക്റ്റ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, സോ കോണ്ടാക്റ്റ് ഓപ്പൺ ആവുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, സോ ഫോൾട്ട് കണ്ടീഷൻ വരുമ്പം കോണ്ടാക്റ്റ് ഓപ്പൺ ആയി, ഇത് ഫിക്സഡ് കോണ്ടാക്ട്, ഇത് മൂവിങ് കോണ്ടാക്ട്. ഓക്കെ, സോ കോണ്ടാക്റ്റ് ഓപ്പൺ ആകുമ്പോൾ ഒരു ഹെവി കറണ്ടാണ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കറണ്ട് കാരണം ഇതിന് അക്രോസ് ഒരു മീഡിയം ഉണ്ട്. ഓക്കെ, ഇതിനിടയ്ക്കൊരു മീഡിയം ഉണ്ട്. സോ ഇവിടുത്തെ മീഡിയത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ നമ്മൾ സർക്യൂട്ട് ബ്രേക്കർ ഈ മീഡിയത്തിന് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, എയർ സർക്യൂട്ട് ബ്രേക്കർ, ദെൻ SF6 സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ ഫിക്സഡ് കോണ്ടാക്റ്റിനും മൂവിങ് കോണ്ടാക്റ്റിനും ഇടയ്ക്കുള്ള മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ആ ഹെവി കറണ്ട് വരുമ്പം സെപ്പറേറ്റ് ആകുമ്പം ഇവിടുത്തെ മീഡിയം എന്താണോ ആ മീഡിയം അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇവിടെ ഉള്ള എയർ അയണൈസ് ആവും. ഓക്കെ, അയണൈസ് ആവും, അതായത് പ്ലസ് മൈനസ് അങ്ങനെ അയണൈസ് ആവും. അയണൈസ് ആവുമ്പം അവിടെ അതായത് ചാർജാണ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ അയണൈസ്ഡ് എയർ ഒരു കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്ത് അവിടെ ഒരു ആർക്കിംഗ് പാത്താണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടക്ടറായിട്ട് ആക്ട് ചെയ്ത് ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. സോ ഈ ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഹൈ വാല്യൂ ഓഫ് കറണ്ടിനുള്ള ഒരു കണ്ടക്റ്റിംഗ് പാത്താണ്. ഓക്കെ, സോ അതായത് ഈ ആർക്ക് ഉള്ളിടത്തോളം നേരം നമുക്ക് ആ കറണ്ടിനെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അല്ലെങ്കിൽ ഫോൾട്ടി കറണ്ടിനെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഈ ആർക്ക് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക്
ആ ഒരു കറണ്ടിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഈ ആർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഇടയ്ക്ക് മീഡിയം യൂസ് ചെയ്യുന്നത്. പല മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്, ഓയിൽ, എയർ, ദെൻ SF6, ഓക്കെ, അങ്ങനെ പല മീഡിയം യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ ആർക്ക് ഫോം ചെയ്യുന്നത് ഇങ്ങനെയാണ്. അവിടുത്തെ ഹീറ്റ് കാരണം അവിടുത്തെ മീഡിയത്തിലുള്ള എയർ അയണൈസ് ചെയ്തിട്ടാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. സോ ആ ആർക്ക് എന്ന് പറഞ്ഞ ഒരു കണ്ടക്റ്റിംഗ് പാത്താണ്. ഓക്കെ, സോ അത് കാരണം ആർക്ക് ഉള്ളിടത്തോളം നേരം ഈ കറണ്ട്, ഹൈ വാല്യൂ ഓഫ് വോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, സോ ദിസ് ആർക്ക് പ്രൊവൈഡ്സ് എ ലോ റെസിസ്റ്റൻസ് പാത്ത് ആൻഡ് കോൺസിക്വൻ്റ്ലി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട് റിമെയിൻസ് അൺഇൻറ്ററപ്റ്റഡ് സോ ലോങ് ആസ് ദ ആർക്ക് പെർസിസ്റ്റ്. ഓക്കെ, സോ ആർക്ക് പെർസിസ്റ്റ് ചെയ്യുന്ന നേരം വരെ ഈ കറണ്ട്, ഫോൾട്ടി കറണ്ട് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇരിക്കും. ഓക്കെ, ഇനി ഡ്യൂറിങ് ദ ആർക്കിംഗ് പീരീഡ് ദ കറണ്ട് ഫ്ലോയിങ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ് ഡിപ്പെൻഡ് അപ്പോൺ ദ ആർക്ക് റെസിസ്റ്റൻസ്. അപ്പം ആർക്ക് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഈ ഫോൾട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കുറവായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഈ ആർക്ക് റെസിസ്റ്റൻസിനെ ഇൻക്രീസ് ചെയ്യാൻ നോക്കണം. ഓക്കെ, സോ ദ ഗ്രേറ്റർ ദ ആർക്ക് റെസിസ്റ്റൻസ് ദ സ്മോളർ ദ കറണ്ട് ദാറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ദ കോണ്ടാക്ട്സ്. സോ ഈ ആർക്ക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന factors ആണ് degree of ionization. The arc resistance increases with the decrease in the number of ionized particles between the contacts. അപ്പം എയർ അയണൈസ് ചെയ്തിട്ടാണ് ആർക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ അയണൈസ് ചെയ്ത നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണെങ്കിൽ ആർക്ക് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ലെങ്ത് ഓഫ് ആർക്ക് നമുക്കറിയാം, R is equal to rho into L by A. സോ ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്കും ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അതായത് ലെങ്ത് ഓഫ് ദ ആർക്ക് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇനി അടുത്തത് ക്രോസ് സെക്ഷൻ ഓഫ് ഏരിയ, അതായത് ഏരിയ നമ്മൾ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഓഫ് ആർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി മെത്തേഡ്സ് ഓഫ് ആർക്ക് എക്സ്റ്റിങ്ഷൻ. സോ ഈ ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആയാലേ നമുക്ക് അവിടെ ഫോം ചെയ്ത ഫോൾട്ട് കറണ്ട്, ഓക്കെ, അവിടെ ഡെവലപ്പ് ചെയ്ത ഫോൾട്ട് കറണ്ടിനെ നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ അതിന് യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് ആൻഡ് ലോ റെസിസ്റ്റൻസ് ഓർ കറണ്ട് സീറോ മെത്തേഡ്. സോ ഫസ്റ്റ് ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ്. ഹൈ റെസിസ്റ്റൻസ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ലെങ്തനിങ് ദ ആർക്ക്, ദാറ്റ് ഈസ് R is equal to rho L by A. Okay, so R is directly proportional to L. So as length of the arc increases, resistance of the arc increases. അതായത് നമ്മൾ ആ ഗ്യാപ്പ്, അതായത് ആ ഫിക്സഡ് കോണ്ടാക്ട്, മൂവിങ് കോണ്ടാക്ട്, അതിന് അക്രോസ് ഉള്ള ഗ്യാപ്പ് നമ്മൾ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് ഇൻക്രീസ് ആവുകയാണെങ്കിൽ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ഫോൾട്ട് കറണ്ട് കുറയും. അങ്ങനെ നമുക്ക് ആ ഒരു ഷോർട്ട് സർക്യൂട്ട് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് കൂളിംഗ് ദ ആർക്ക്. ഓക്കെ, സോ അവിടെ ഈ പാർട്ടിക്കിൾസ് അയണൈസ് ചെയ്തിട്ടാണ് ആർക്ക് ഫോം ചെയ്തത്. ഓക്കെ, സോ അതിനെ നമ്മൾ ഡീ അയണൈസ് ചെയ്യാൻ വേണ്ടി അതിനെ നമ്മൾ കൂൾ ചെയ്താൽ മതി. ഓക്കെ, സോ ആ കൂൾ ചെയ്യുമ്പോൾ ആ അയണൈസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ഡീ അയണൈസ് ആവും. അങ്ങനെ നമുക്ക് ആ ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ എഫിഷ്യൻറ്റ് കൂളിംഗ് നമ്മൾ ചെയ്യുന്നത് ബൈ എ ഗ്യാസ് ബ്ലാസ്റ്റ് ഡയറക്റ്റഡ് അലോങ് ദ ആർക്ക്. ഇനി അടുത്തത് റെഡ്യൂസിങ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ആർക്ക്, അതായത് ഏരിയ നമ്മൾ കുറയ്ക്കണം, എന്നാൽ മാത്രമേ റെസിസ്റ്റൻസ് ഓഫ് ദ ആർക്ക് ഇൻക്രീസ് ആവത്തുള്ളൂ. ഓക്കെ, സോ ഈ ഏരിയ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ആർക്ക് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ലെറ്റിംഗ് ദ ആർക്ക് പാസ് ത്രൂ എ നാരോ ഓപ്പണിംഗ് ഓർ ബൈ ഹാവിങ് സ്മോളർ ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഈ ആർക്കിനെ നമ്മൾ ഒരു ചെറിയൊരു നാരോ ഓപ്പണിംഗ് ഉള്ളൊരു പാസേജിൽ കൂടെ നമ്മൾ പാസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ആർക്കിൻ്റെ ക്രോസ് സെക്ഷൻ കുറയ്ക്കാം, അങ്ങനെ റെസിസ്റ്റൻസ് കൂട്ടാം. ഇനി അടുത്തത് സ്പ്ലിറ്റിംഗ് ദ ആർക്ക്, അതായത് റെസിസ്റ്റൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഈ ആർക്കിനെ സ്മോളർ ആർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ്, ഓക്കെ, ഈ കോണ്ടാക്ട്സിന് ഇടയ്ക്ക് കുറേ അധികം കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ് കൊടുക്കും. സോ അങ്ങനെ ആ ആർക്ക് സ്മോളർ ആർക്കാവും. സോ ആ സ്മോളർ ആർക്ക് കാരണം നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാൻ സാധിക്കും. ഇനി അടുത്തത് ലോ റെസിസ്റ്റൻസ് ഓർ കറണ്ട് സീറോ മെത്തേഡ്. സോ ഇവിടെ നമ്മൾ AC സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കാര്യമാണ് പഠിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ഫോം ചെയ്യുന്ന ഫോൾട്ട് കറണ്ട്, ഡെവലപ്പ് ചെയ്യുന്ന ഫോൾട്ട് കറണ്ടും AC തന്നെയാണ്. ഓക്കെ, അതായത് സൈനസോയിഡൽ ആയിട്ടുള്ളൊരു AC വേവ് തന്നെയാണ് ഈ ഫോൾട്ട് കറണ്ടിനും ഉള്ളത്. ഓക്കെ, ഫോൾട്ട് കറണ്ടിനും ഉള്ളത്. അപ്പോൾ ഈ ഫോൾട്ട് കറണ്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു നോർമൽ, അതായത് നാച്ചുറൽ കറണ്ട് സീറോ വരുന്നുണ്ടല്ലേ. കറണ്ട് സീറോ AC സർക്യൂട്ടിൽ AC വേവിനൊക്കെ
ഒരു നാച്ചുറൽ കറണ്ട് സീറോ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ എ സി സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യുമ്പം അവിടെ ഈ കറണ്ട് ഒരു ചെറിയ ഒരു ടൈമിൽ ഈ കറണ്ട് സീറോ ആവുന്നുണ്ട്. അതായത് ഈ നാച്ചുറൽ കറണ്ട് സീറോയിൽ കറണ്ട് വാല്യൂ സീറോ ആവുന്നുണ്ട്. ഓക്കെ, സോ ആ കറണ്ട് സീറോ ആവുമ്പം ഇതിനെ ഈ ആർക്കിനെ നമ്മൾ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ ആർക്ക് പെട്ടെന്ന് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആവും. ഓക്കെ, അതായത് അവിടെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഈ ഫിക്സഡ് കോണ്ടാക്റ്റിനും മൂവിങ് കോണ്ടാക്റ്റിനും ഇടയ്ക്ക് നമ്മളൊരു ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉള്ളൊരു മീഡിയം യൂസ് ചെയ്യും. ഓയിൽ, ദെൻ SF6, വാക്വം, അങ്ങനെ ഡിഫറെൻറ്റ് മീഡിയം യൂസ് ചെയ്യും. ഓക്കെ, സോ ഈ നാച്ചുറൽ കറണ്ട് സീറോ വരുമ്പം അവിടെ യൂസ് ചെയ്യുന്ന മീഡിയത്തിന് ഒരു ഹൈ വാല്യൂ ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് അതിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ആർക്കിനെ ആ സൈക്കിളിൽ വെച്ച് തന്നെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു ഹാഫ് സൈക്കിളിൽ ആർക്ക് ഡെവലപ്പ് ചെയ്തില്ല. ഓക്കെ, ഈ ഒരു ഹാഫ് സൈക്കിളിൽ വെച്ച് തന്നെ നമുക്ക് ആർക്കിനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, so in an AC system, current drops to zero after every half cycle. At every current zero, the arc extinguishes for a brief moment. Now the medium between the contacts contains ions and electrons so that it has small dielectric strength and can be easily broken down by the rising contact voltage known as restriking voltage. If such a breakdown does occur, the arc will persist for another half cycle. If immediately after current zero, the dielectric strength of the medium between contacts is built up more rapidly than the voltage across the contacts, the arc fails to restrike and the current will be interrupted. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു കറണ്ട് അതിൻ്റെ ഹാഫ് സൈക്കിൾ എത്തുമ്പം കറണ്ട് സീറോ ആയിരിക്കും. സോ ആ ഒരു അതായത് അവിടെ ഈ ഒരു നമ്മൾ കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ ഒരു റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആർക്കിംഗ് ടൈമിൽ ആ കോണ്ടാക്റ്റിന് അക്രോസ് വരുന്ന ഒരു ഹൈ വാല്യൂ ഓഫ് ട്രാൻസിയൻ വോൾട്ടേജ് ആണ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്. ഓക്കെ, സോ ആ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഉള്ളത് കാരണം ഈ മീഡിയം നമ്മൾ യൂസ് ചെയ്ത മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് അവിടെ കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഇപ്പം നമ്മൾ ഈ കറണ്ട് സീറോ എത്തിയ ശേഷം ഉടനെ തന്നെ നമുക്ക് ഈ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് ഈ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിനേക്കാളും കൂടുതലാക്കാൻ പറ്റുമെങ്കിൽ, ആ മീഡിയത്തിന് ഡയലക്ട്രിക് സ്ട്രെങ്ത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അത് ഈ അടുത്ത ഹാഫ് സൈക്കിളിൽ അപ്പം റീസ്ട്രൈക്ക് ചെയ്യത്തില്ല, നമുക്ക് ആർക്കിനെ പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ആർക്ക് എലിമിനേറ്റ് ആകുമ്പം അവിടെ ഫോൾട്ട് കറണ്ടും എക്സ്റ്റിങ്ക്വിഷ് ആവും. ഓക്കെ, ഫോൾട്ട് കറണ്ടും എലിമിനേറ്റ് ആവും. സോ അങ്ങനെയാണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് ഓർ കറണ്ട് സീറോ മെത്തേഡിൽ ചെയ്യുന്നത്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. ഫസ്റ്റ് ആർക്ക് വോൾട്ടേജ്. ഓക്കെ, ആർക്ക് വോൾട്ടേജ് ഇറ്റ് ഇസ് എ വോൾട്ടേജ് ദാറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് ഓഫ് ദ സർക്യൂട്ട് ബ്രേക്കർ ഡ്യൂറിങ് ദ ആർക്കിംഗ് പീരിയഡ്. അതായത് കോണ്ടാക്ട്സ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പം അവിടെ ആർക്ക് ഫോം ചെയ്യും. അപ്പോൾ ഉള്ള വോൾട്ടേജ് ആണ്, കോണ്ടാക്ട്സിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് ആർക്ക് വോൾട്ടേജ്. ഓക്കെ, സോ ആർക്ക് വോൾട്ടേജ് നമ്മൾ ആ നാച്ചുറൽ കറണ്ട് സീറോ പോയിന്റ്, ഓക്കെ, ആ പോയിന്റ് എത്തുമ്പം ആർക്ക് വോൾട്ടേജ് കുറവായിരിക്കും. ആർക്ക് വോൾട്ടേജ് അതായത് കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോൾ ആർക്ക് വോൾട്ടേജ് കൂടുതലായിരിക്കും, ബാക്കി എല്ലാ സമയവും ആർക്ക് വോൾട്ടേജ് കുറവായിരിക്കും. ഓക്കെ, കോണ്ടാക്ട്സ് ഓപ്പൺ ആകുമ്പോഴാണല്ലോ അവിടെ ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ആർക്കിൻ്റെ ആ ഒരു വോൾട്ടേജ് ആണ് ആർക്ക് വോൾട്ടേജ്. സോ നമ്മൾ at current zero, the arc voltage rises rapidly to peak value and this peak voltage tends to maintain the current flow in the form of arc. Okay, so ഇവിടെ കാണിച്ചിരിക്കുന്നത് സിസ്റ്റം വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിസ്റ്റം വോൾട്ടേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫോൾട്ട് കറണ്ട് ആണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഫോൾട്ട് കറണ്ടിൻ്റെ ആ ഒരു സീറോ പോയിന്റ് എത്തുമ്പം അവിടെ അത് ട്രാൻസിയൻ വോൾട്ടേജ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, സോ ആ ട്രാൻസിയൻ വോൾട്ടേജ് നമ്മൾ പെട്ടെന്ന് തന്നെ ഡിക്രീസ് ചെയ്തില്ലെങ്കിൽ അവിടെ ആർക്ക് അടുത്തൊരു ഹാഫ് സൈക്കിളിൽ കൂടെ അത് പെർസിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ് ഞാൻ പറഞ്ഞ ഒരു ഹൈ വാല്യൂ ഓഫ് ട്രാൻസിയൻ വോൾട്ടേജ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആണ്. സോ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ഈസ് ദ ട്രാൻസിയൻ വോൾട്ടേജ് ദറ്റ് അപ്പിയേഴ്സ് അക്രോസ് ദ കോണ്ടാക്ട്സ് അറ്റ് ഓർ നിയർ കറണ്ട് സീറോ ഡ്യൂറിങ് ആർക്കിംഗ് പീരിയഡ്. സോ ഈ നാച്ചുറൽ കറണ്ട് സീറോ പോയിന്റ് എത്തിക്കഴിഞ്ഞ് ഈ ഒരു ആർക്ക് വോൾട്ടേജ് ഒരു ഹൈ ട്രാൻസിയൻ വോൾട്ടേജ് ആയിട്ട് മാറും. ഓക്കെ, സോ അതിനാണ് റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. So if the restriking voltage rises more rapidly than the dielectric strength of the medium between the contacts, the arc will persist for another half cycle. അപ്പം
ഇവിടുത്തെ ഈ ഡെവലപ്പ് ചെയ്ത റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ് ആ മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത്തിനേക്കാളും ഹൈ വാല്യൂ ആണെങ്കിൽ ആർക്കൊരു അടുത്ത ഹാഫ് സൈക്കിളിൽ കൂടെ പെർസിസ്റ്റ് ചെയ്യും. പക്ഷേ റീസ്ട്രൈക്കിംഗ് വോൾട്ടേജിനേക്കാളും ഒരു ഹൈ വാല്യൂ ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ആർക്ക് ഈ ഒരു ഹാഫ് സൈക്കിളിൽ വെച്ച് തന്നെ ഇല്ലാതാവും. അങ്ങനെ നമുക്ക് ഫോൾട്ട് കറണ്ട് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് റിക്കവറി വോൾട്ടേജ്. സോ ആർക്കിനെ നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്ത ശേഷം അവിടെ വരുന്ന വോൾട്ടേജ് ആണ് റിക്കവറി വോൾട്ടേജ്. സോ ഈ റിക്കവറി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അത് നോർമൽ സിസ്റ്റം വോൾട്ടേജ് തന്നെയാണ്. ഓക്കെ, സോ ഇത് കണ്ടോ, ഫോൾട്ട് കറണ്ട് വന്ന ശേഷം അവിടെ ഡെവലപ്പ് ചെയ്യുന്ന റീസ്ട്രൈക്കിംഗ് വോൾട്ടേജ്, അതിന് ശേഷം വരുന്നത് റിക്കവറി വോൾട്ടേജ്. ഓക്കെ, റിക്കവറി വോൾട്ടേജ് ഇവിടുത്തെ ഈ സെയിം സിസ്റ്റം വോൾട്ടേജ് തന്നെയാണ് റിക്കവറി വോൾട്ടേജ്. അതായത് ഈ സെയിം സിസ്റ്റം വോൾട്ടേജ് തന്നെയാണ് റിക്കവറി വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ റിക്കവറി വോൾട്ടേജിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ഫ്രീക്വൻസിയിലുള്ള RMS വോൾട്ടേജ് തന്നെയാണ് റിക്കവറി വോൾട്ടേജിന് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ സിസ്റ്റം വോൾട്ടേജ്. സോ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ടേംസ് വരുന്നത്. സോ ഈ ഫിഗർ വരച്ചിട്ട് വേണം ഈ ഓരോ വോൾട്ടേജും എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.